ഹലോ മുത്തുകളെ സ്വത്തുകളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകൾ അറക്കലിൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹീമോ ഡയാലിസിസ് ആണ്. ഡയാലിസിസ് ഈ ഒരു വാക്ക് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ കുടുംബത്തിലോ ഫ്രണ്ട് സർക്കിളിലോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഡയാലിസിസ് പേഷ്യൻസ് ഉള്ള ഏതെങ്കിലും ഒരാളെ മേ ബി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ എൻ്റെ നാട്ടിലുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ ഡയാലിസിസ് പേഷ്യൻസ് എനിക്ക് പരിചയത്തിലുള്ള 2-3 പേരുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്, ദുരിതങ്ങളാണ്. പക്ഷെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ ഡയാലിസിസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് പോട്ടെ. അപ്പോൾ എന്താണ് ഈ ഡയാലിസിസ്, ആർക്കാണ് ഈ ഡയാലിസിസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആൻസറാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരാളുടെ 2 കിഡ്നിയും എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ചെയ്യുന്നില്ല. കിഡ്നി 2 അടിച്ചു പോയി, ഡിഫക്റ്റായി, തകരാറിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, അവിടെ അപ്പോഴും നടക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് പകരം റീപ്ലേസിംഗ് ആയിട്ട് അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു സെറ്റപ്പാണ്, അല്ലെങ്കിൽ അത് മേക്കപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ത്, ഹീമോ ഡയാലിസിസ്. എന്താണ് ഹീമോ ഡയാലിസിസ്? ഡയാലിസിസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡയാലിസിസിൻ്റെ ഈ 3 സ്റ്റെപ്പുകളാണ്. ഈ 3 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. എന്താണ് ഡയാലിസിസ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വൃത്തിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി ചേർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡയാലിസിസ് ചെയ്യുക? സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരുടെയും ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്ന പരിപാടിയാണല്ലോ വൃക്ക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൃക്ക എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൃക്കനോട് പറഞ്ഞിട്ട് വൃക്കയ്ക്ക് ഒന്നും ചെയ്യാല്ല. വൃക്ക എന്ത് ചെയ്തു, ഹെൽപ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്ലഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്ലഡ് എടുത്തിട്ട് സെപ്പറേറ്റ് ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നോക്കടാ, ഇതുപോലൊരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് നമ്മളെ ബോഡിയിലുള്ള ബ്ലഡിന് എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് എത്തിക്കണം. കാരണം കിഡ്നിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, വൃക്കൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം വൃക്ക എന്താണ്, തകരാറിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊണ്ടുവച്ച ഈ സെറ്റപ്പാണെന്ത്, ഡയാലിസിസ് യൂണിറ്റ്. ആ ഡയാലിസിസ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ബ്ലഡിനെ കൊണ്ടുപോയിട്ട് എത്തിക്കണം. ബ്ലഡ് വിത്ത് ഹൈ ക്വാളിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉള്ള ആ ബ്ലഡിന് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാസ്ഡ് ടു ദ ഡയാലിസിസ് യൂണിറ്റ്, ഡയാലിസിസ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, പക്ഷേ പാസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ആഫ്റ്റർ ആഡിങ് ഹെപ്പാരിൻ ടു പ്രിവെൻറ്റ് കൊയാഗുലേഷൻ, അതല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യുന്ന ആ ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിനെ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ബോഡിയിൽ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ ബോഡിയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെ ബോഡിൻ്റെ ഉള്ളിലുള്ള രക്തം എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന സമയത്ത് കട്ട പിടിക്കുന്നില്ല. പക്ഷേ ഇത് നമ്മളെ ബോഡിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തെ ഒരു ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഈ ബ്ലഡിന് എന്ത് ചെയ്യാണ്, പമ്പ് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പുറത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ ഹെപ്പാരിൻ ഉണ്ടോ, ഇല്ല, അത് നമ്മളെ ബോഡിയിലുള്ള സാധനമാണ്. അപ്പോൾ പുറത്ത് ഹെപ്പാരിൻ ഇല്ല. അപ്പോൾ മേ ബി ആ രക്തം എന്ത് ചെയ്യാം, കട്ട പിടിക്കാം. അപ്പോൾ അത് കട്ട പിടിക്കരുത്. കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് എത്തുമോ, ഡയാലിസിസ് യൂണിറ്റിലേക്ക് എത്തുമോ, ഇല്ല. പിന്നെ അത് അവിടുന്ന് ഫിൽറ്റർ ചെയ്താണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ, ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നിട്ട് നമ്മളെ ബോഡിൻ്റെ ഉള്ളിൽ നിന്ന്, ഇപ്പം ഞാൻ ഡയാലിസിസ് പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക, ഇതാണ് ഡയാലിസിസ് യൂണിറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെ ബോഡിയിൽ നിന്ന് രക്തം എന്ത് ചെയ്യുന്നു, ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്യിപ്പിക്കും. ആ പമ്പ് ചെയ്യിപ്പിക്കുമ്പോൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യും, ഹെപ്പാരിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അത് കട്ട പിടിക്കില്ല. അങ്ങനെ എല്ലാ ബ്ലഡും എങ്ങോട്ട് എത്തും, ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് എത്തും. അങ്ങനെ ഡയാലിസിസ് യൂണിറ്റിലൂടെ ആ രക്തം എന്ത് ചെയ്യുന്നു, ഒഴുകുന്നു. ആ രക്തത്തിൽ എന്താണ്, മാലിന്യമാണുള്ളത്. സ്വാഭാവികമായിട്ടും ആ രക്തത്തിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ, ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രവത്തിലേക്ക് വ്യാപിക്കുന്നു. അതായത് ഈ ഡയാലിസിസ് യൂണിറ്റിൽ എന്തുണ്ട്, ഒരു ഡയാലിസിസ് ദ്രവം അഥവാ ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് ആര് വരും, ഈ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് അങ്ങോട്ടേക്ക് പോകും. ഏത് പ്രോസസ്സ് വഴി, ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി. കാരണം ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ വേസ്റ്റ് മെറ്റീരിയൽസ് കൂടുതലുള്ളത് ഏതാ, ഈ നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ബ്ലഡിലാണ്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് തീരെ ഇല്ലാത്ത ഫ്ലൂയിഡ് ഏതാണ്, അത് ഈ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള ഡയാലിസിസ് ഫ്ലൂയിഡിലാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വേസ്റ്റ് മെറ്റീരിയൽസ് ഈ ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് പോകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഡയാലിസിസ് ഫ്ലൂയിഡ്, അതായത് ആ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എങ്ങോട്ട് പോകും, ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് പോകും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ദാറ്റ്സ് ഡയാലിസിസ് ഫ്ലൂയിഡ് ഈസ് റിമൂവ്ഡ് ഇൻ ഡ്യൂ കോഴ്സ്. അത് ആവശ്യാനുസരണം യഥാസമയത്ത് കൃത്യസമയത്ത് എന്ത് ചെയ്യുന്നു, അത് നീക്കം ചെയ്യുന്നു, അത് റിമൂവ് ചെയ്യുന്നു. പിന്നെ ബാക്കി കിട്ടുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും, പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. കാരണം ആ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഡിഫ്യൂഷൻ വഴി എങ്ങോട്ടേക്ക് പോയി, ഈ ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് പോയി. ആ ഡയാലിസിസ് ഫ്ലൂയിഡൊക്കെ നമ്മൾ എന്ത് ചെയ്തു, യഥാസമയം നീക്കം ചെയ്തു. പിന്നെ ബാക്കി വരുന്നത് എന്തായിരിക്കും, ശുദ്ധീകരിക്കപ്പെട്ട രക്തമായിരിക്കും. ആ ശുദ്ധീകരിക്കപ്പെട്ട രക്തം വീണ്ടും തിരിച്ചെങ്ങോട്ടേക്ക് തന്നെ പമ്പ് ചെയ്യാം, ബോഡിയിലോട്ട് തന്നെ പമ്പ് ചെയ്യാം. പക്ഷെ ബോഡിയിലോട്ട് പമ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇപ്പം നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ആഡ് ചെയ്തല്ലോ, പേരെന്താണ്,
ഹെപ്പാരിൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കുമ്പോൾ അത് തിരിച്ച് ബോഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആഡ് ചെയ്തല്ലോ, അതിൻ്റെ ഫംഗ്ഷനിങ്ങിനെ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട്, ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിൽ ആൻറ്റി ഹെപ്പാരിൻ ചേർത്ത് തിരികെ എന്ത് ചെയ്യണം, ശരീരത്തിലേക്ക് കടത്തി വിടണം. ഓക്കെ, അപ്പോൾ ആദ്യം ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഹെപ്പാരിൻ ആഡ് ചെയ്യണം, പിന്നെ ശരീരത്തിലേക്ക് തിരിച്ച് കയറ്റുമ്പോൾ എന്ത് ചെയ്യണം, ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യണം. ആൻറ്റി ഹെപ്പാരിൻ ഈസ് ആഡഡ് ടു ദ പ്യൂരിഫൈഡ് ബ്ലഡ് ആൻഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി. മൊത്തം ഫിൽട്ടർ ചെയ്തതിന് ശേഷം ബോഡിയിലേക്ക് തിരികെ കയറ്റുമ്പോൾ എന്ത് ചെയ്യുന്നു, ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ, ഇങ്ങനെ 3 പ്രോസസ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ്, നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ബോഡിൻ്റെ ഉള്ളിൽ നിന്ന് ഡയാലിസിസ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഹെപ്പാരിൻ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം, ഹെപ്പാരിൻ ആഡ് ചെയ്യണം. അത് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് എന്തിനാണ് ആഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, കൊയാഗുലേഷൻ, രക്തം കട്ട പിടിക്കുന്നത് തടയാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തം കട്ട പിടിക്കില്ല, അത് സൂപ്പറായിട്ട് ആ ഡയാലിസിസ് യൂണിറ്റിലേക്ക് പോകും. ആ ഡയാലിസിസ് യൂണിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ട്. ഡയാലിസിസ് ഫ്ലൂയിഡിൽ എന്തില്ല, വേസ്റ്റ് മെറ്റീരിയൽസ് ഇല്ല. പക്ഷേ ഈ വരുന്ന ബ്ലഡിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ആ വേസ്റ്റ് മെറ്റീരിയൽസ് കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ഡിഫ്യൂഷൻ വഴി പോകുന്നു. അങ്ങനെ ഡയാലിസിസ് ഫ്ലൂയിഡിൽ നമുക്ക് എന്ത് കിട്ടും, വേസ്റ്റ് കിട്ടും. അത് എന്ത് ചെയ്യുന്നു, യഥാസമയം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അത് ഒഴിവാക്കുന്നു. ബാക്കി വരുന്ന റിമൈനിങ് ബ്ലഡ് എന്തായിരിക്കും, ശുദ്ധീകരിക്കപ്പെട്ട ബ്ലഡ് ആയിരിക്കും. അത് തിരിച്ച് എവിടേക്ക് തന്നെ കയറ്റും, ബോഡിയിലേക്ക് തന്നെ കയറ്റും. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യും, ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യും. അതായത് നമ്മൾ ഓൾറെഡി ചേർത്ത ഹെപ്പാരിൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യണം, അത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ആക്ടിവിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യും. കാരണം ഈ ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്ത് ഇത് ബോഡിക്ക് എത്തിക്കഴിഞ്ഞാൽ ബോഡിയിൽ എന്തുണ്ട്, ഹെപ്പാരിൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് പുറത്തുനിന്ന് ഹെപ്പാരിൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഹെപ്പാരിൻ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഹെപ്പാരിൻ എന്ത് ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ബ്ലഡിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. ഇതാണ് ഡയാലിസിസിൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കണം. അതായത് ഈ ഡയാലിസിസിൻ്റെ ഈ പിക്ചറിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കണ്ടോ. ഓക്കെ, ഇങ്ങനെ സംഭവം. ഈ സാധനത്തിൻ്റെ പേരും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പ്രഷർ മോണിറ്റർ. അത് മേ ബി പരീക്ഷയ്ക്ക് ചിലപ്പോൾ അടയാളപ്പെടുത്താൻ ചോദിക്കാം. ഒന്നുകിൽ ഈ ചിത്രം തരും, ഇത് എന്തിനെ സൂചിപ്പിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയണം ഇത് ഹീമോ ഡയാലിസിസ് ആണെന്ന് പറയണം. രണ്ടാമത് മേ ബി ഈ ഒരു ചിത്രം നിന്നിട്ട് ഇത് എ എന്ന് ചോദിക്കും, എന്നിട്ട് ഐഡന്റിഫൈ എ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് പറയണം, പ്രഷർ മോണിറ്റർ എന്ന് പറയണം. ഓക്കെ അല്ലേ. സോ സി യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം മറക്കൽ. ഗുഡ് ബൈ.